കേരള തീരത്ത് കടലാക്രമണ ഭീഷണി രൂക്ഷമാകുന്നു. ന്യൂനമർദ്ദപാത്തിയും ബംഗാൾ ഉൾക്കടലിലെ തീവ്ര ന്യൂനമർദ്ദവും ഒരുമിച്ചെത്തിയതോടെ സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കും ഉയർന്ന തിരമാലയ്ക്കും മുന്നറിയിപ്പ്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ കേരള തീരം വരെ ന്യൂനമർദ്ദപാത്തി രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇതിനൊപ്പം ഒഡീഷ തീരത്തേക്ക് നീങ്ങുന്ന തീവ്ര ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിലും കേരളത്തിൽ മഴ ശക്തമാകും. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെയാകട്ടെ ഇത് കോഴിക്കോട് ജില്ല കൂടി ഉൾപ്പെടുന്ന തരത്തിൽ വ്യാപിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പുതുക്കിയ മുന്നറിയിപ്പ്. മറ്റു വടക്കൻ ജില്ലകളിലും യെല്ലോ അലർട്ട് തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മലപ്പുറത്ത് കടലുണ്ടി നഗരം മുതൽ പാലപ്പെട്ടി വരെ, കോഴിക്കോട് ചൊമ്പോല മുതൽ രാമനാട്ടുകര വരെ, കണ്ണൂർ, കാസർഗോഡ് വളപട്ടണം മുതൽ ന്യൂമാഹി വരെയും കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ജില്ലകളിലെ തീരങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ 2.9 മുതൽ 3.6 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ അപകട മേഖലകളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതമായ ക്യാമ്പുകളിലേക്കോ ബന്ധുവീടുകളിലേക്കോ മാറി താമസിക്കുക. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നതും അതുപോലെ തന്നെ ഈ സമയത്ത് പൂർണ്ണമായും ഒഴിവാക്കുക. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധനയാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരം തന്നെയാണ് കരയ്ക്ക് അടുപ്പിക്കുന്നതും. അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ഇവ രണ്ടും നിർത്തിവെക്കണം. മത്സ്യബന്ധനയാനങ്ങളായ ബോട്ടുകളും വള്ളങ്ങളും ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിലുള്ള സുരക്ഷിതമായ അകലം പാലിക്കുന്നത് കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഇല്ലാതാക്കും. മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചാൽ വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുമെന്നുള്ളത് കൊണ്ട് തന്നെ അവ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്ന് മുന്നറിയിപ്പുണ്ട്. തീരങ്ങളിൽ കനത്ത മണ്ണൊലിപ്പിനും തീരശോഷണത്തിനും സാധ്യതയുള്ളതുകൊണ്ട് തീരദേശവാസികൾ പ്രത്യേക ശ്രദ്ധ പുലർത്തണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം നിലവിലെ ജാഗ്രതാ മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ കടൽ തീരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും നിർത്തിവെക്കണമെന്നാണ് അധികൃതർ ഉത്തരവിട്ടിരിക്കുന്നത്. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിറങ്ങിയുള്ള വിനോദങ്ങളും യാതൊരു കാരണവശാലും അനുവദിക്കില്ല. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.